അങ്ങനെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പ്ലാനിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതല്ല. ഈ പറഞ്ഞ പോലെ ഇത് ഇത്രയും ഇതുപോലത്തെ ഡയറക്ടർമാരുടെ കൂടെ വർക്ക് ചെയ്യാനാണ് എനിക്കിഷ്ടം. ഇങ്ങനത്തെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടർമാരെല്ലാം തന്നെ അവർക്ക് അവരുടെ സിനിമയിലേക്കൊരു വേറൊരു വൃത്തിയായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്, അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. പിന്നെ അതിനെ എങ്ങനെ മ്യൂസിക്കലി സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും അങ്ങനെ ഒരു ചർച്ചയ്ക്കൊക്കെ ഓപ്പൺ ആവുന്നുണ്ട്. അതെനിക്ക് ഒരു ബെറ്റർ മ്യൂസീഷ്യനായിട്ട് മാറാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ സിനിമകൾ. അതാണ് എൻ്റെ കോള്. ഇപ്പോൾ ഗപ്പി അല്ലേ ആദ്യത്തെ സിനിമ, അപ്പൊ അതില് ഒന്നും നനയാനുള്ള സോങ്, അതുപോലെ അമ്പിളിയിലെ ആരാധിക, ഇതൊക്കെ ചാർട്ട് ബസ്റ്റേഴ്സ് ആണ്, മലയാളത്തിലെ ടോപ്പ് സോങ്സ് ആണ് ആ വർഷത്തെ. അപ്പൊ ഒരുപാട് കോൾസ് ഒരുപാട് ഡയറക്ടേഴ്സിൽ വന്നിട്ടുണ്ടാവില്ലേ, അപ്പോ ആരെങ്കിലും നിരാശപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെയില്ല, പക്ഷെ കുറച്ചു പേരൊക്കെ അങ്ങനെ സിനിമകളായിട്ട് സമീപിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് സിനിമകൾ ഒരു സമയത്ത് ചെയ്യാനായിട്ട് അതിനുള്ളൊരു അങ്ങനെ കേപ്പബിൾ അല്ല ഞാൻ. അതുകൊണ്ട് ഒരു പടം തീർത്ത് കഴിഞ്ഞിട്ട് അടുത്ത പടത്തിൽ അങ്ങനത്തെ ഒരു കൂടെ. ഈ ഹിറ്റ് ഉണ്ടാക്കുന്നതിന്റെ ഒരു റെസിപ്പി എങ്ങനെയാണ്, ആ ഒരു പ്രോസസ് എങ്ങനെയാണ്? അത് ആദ്യത്തെ ട്യൂൺ തന്നെ ഓക്കെ ചെയ്യൂ, അതോ ഇങ്ങനെ ഡയറക്ടറോട് ചോദിച്ച് അവരുടെ ഓക്കെ സജഷൻ ആയിരിക്കും ഓക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്റെ ഇഷ്ടം? അതൊരു മിഡിൽ ഗ്രൗണ്ട് പിടിക്കും. പടത്തിനും മാച്ച് ആവണം, എനിക്കും കേൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാട്ടായിരിക്കണം എന്നുള്ള ഒരു കാര്യം നോക്കാറുണ്ട്. പക്ഷേ അത് ചർച്ചകളിലൂടെ വന്ന് എത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്, അല്ലാതെ എൻ്റെ മാത്രം